ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മീസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മസാല ബ്രെഡ് റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ അതിലോട്ടേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഈ വെളുത്തുള്ളി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ വെളുത്തുള്ളി ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ നമുക്ക് വഴറ്റി കിട്ടണം. ഇതാ ഇപ്പം നമ്മുടെ വെളുത്തുള്ളി ലൈറ്റ് ഷെയ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലോട്ടേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കണം. ജീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് തന്നെ ഇളക്കി കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിലോട്ടേക്ക് അരിഞ്ഞു വെച്ച ഒരു സവാള ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ഈ സവാളയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റണം. അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പം നമ്മുടെ സവാള ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലോട്ടേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മസാലയിലേക്ക് ഇനി വേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഞാൻ 4 ബ്രെഡിനാണ് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒരു വിസ്ക് വെച്ചിട്ട് ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇതുപോലെ എല്ലായിടത്തേക്കും മുട്ട എത്തുന്നത് വരെ നമ്മൾ ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വിസ്ക് വെച്ച് മിക്സ് ചെയ്യണം. ഇതുപോലെ എല്ലായിടത്തേക്കും മല്ലിയില എത്തുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡ് എടുത്ത് മസാലയിലോട്ട് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡിൻ്റെ 2 വശവും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ 2 വശവും മസാല നന്നായിട്ട് കോട്ടായി കിട്ടണം. ഇനി ഇപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലോട്ടേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. കൂടുതൽ ഓയിലൊന്നും നമുക്ക് ആവശ്യമില്ല. ഈ ഒരു ഓയിലിൽ നമ്മൾ ജസ്റ്റ് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പോൾ നമ്മുടെ ഡിപ്പ് ചെയ്ത് വെച്ച മസാല ബ്രെഡ് നമ്മൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നു. അതുപോലെ അടുത്ത ബ്രെഡ് നമ്മൾ അടുക്കി വെക്കാം. ഇനി നമ്മൾ മസാല എത്താത്ത ബ്രെഡിന്റെ സൈഡിലൊക്കെ നമ്മൾ ഒരു സ്പൂൺ വെച്ച് ബാക്കി മസാലയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ പ്രസ് ചെയ്യരുത്, എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റേ ബ്രെഡിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ബ്രെഡ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഒരു വശം കുക്കായിട്ടുണ്ട്. ഇതുപോലെ ഓരോ ബ്രെഡും മറിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ ഏകദേശം ഒരു 2 മിനിറ്റ് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം. ഓവർ ഹാർഡ് ആക്കുകയൊന്നും വേണ്ട, സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടണം. അതുപോലെ മറ്റേ ബ്രെഡും ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തുമാത്രം രുചി ഉണ്ടാവുമെന്ന്. അപ്പോൾ നമ്മുടെ മസാല ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻറ്റും ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.